എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. BRC കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന പ്രമേയത്തെ മുൻനിർത്തി ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം BRC കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആചരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ഓഫീസർ മൊയ്തീൻകുട്ടി P അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കവിയും പ്രാസംഗികനും 2023 സർക്കാർ ജീവനക്കാർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ജേതാവുമായ ഭിന്നശേഷിക്കാരായിട്ടുള്ള നമുക്ക് വേണ്ടിയും കലണ്ടറിലെ ഒരു ഡിസംബർ 3 മാറ്റിവെക്കപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടി തന്നെ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരു സമൂഹം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. 1992 ഈ ലോകം ഇങ്ങനെ ഉള്ള ഒരു ദിവസം ആഘോഷിക്കപ്പെടുന്നത്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇതുപോലെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാലില്ലായിരുന്നു. ചില മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടായിരുന്നു അന്ന്. അദ്ദേഹം രചിച്ച 3 കവിതകൾ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി അവതരിപ്പിക്കുകയും ചെയ്തു. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മെമ്പർ റിയാസ്, കൊടുങ്ങല്ലൂർ BRC ട്രെയിനർ ശ്രീപാർവതി K എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും മറ്റ് കലാമത്സരങ്ങളിൽ വിജയികളായവർക്കും സമ്മാനദാനവും കുട്ടികളുടെ കലാപരിപാടികളും കേത്ര ഫോക്ക് ബാൻഡിന്റെ സംഗീത വിരുന്നും നടന്നു. കൊടുങ്ങല്ലൂർ BRC BPC മോഹൻരാജ് PM സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മീര മോഹൻ നന്ദിയും പറഞ്ഞു. അത്രയും ആകർഷകമായ രീതിയിൽ സംസാരിക്കാനായിട്ട് അവന് കഴിയുന്നുണ്ട്. ഇതുപോലെ വിവിധ മേഖലയിൽ കഴിവുള്ള ഒട്ടേറെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരെ കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഒരുപക്ഷെ അവൻ്റെ ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ ആ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ ഏതെങ്കിലും ഒരു ശേഷി അവനുണ്ടായിരിക്കും, ഒരു കഴിവ് അവനുണ്ടായിരിക്കും. ആ കഴിവ് നമ്മൾ കണ്ടെത്തണം. ഒരുപക്ഷെ അത്